എടുത്തോ. ഓ ഓ യശോദേ. എന്താ ചതിച്ചു ഗായ്സ്, ചതിച്ചു. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ മൂന്നാർ വട്ടവട ട്രിപ്പിന്റെ ഡേ 2 ആണ്. അമ്മൂസ് ഇവിടെ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആപ്പാട് അലമ്പാക്കി റൂം. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്തു, പെട്ടൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ ഞങ്ങള്. ഇവിടെ നിന്ന് നേരെ നമ്മള് മൂന്നാർ വഴി, മൂന്നാർ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ നേരെ വട്ടവട പിടിക്കും അല്ലേ. നമ്മുടെ മെയിൻ സ്പോട്ട് വട്ടവടയാണ്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഗായ്സ്. അപ്പൊ നമ്മുടെ ഹണിമൂണൊക്കെ മൂന്നാറായിരുന്നു. അത് കാരണം മൂന്നാറ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കാണാനായിട്ടൊന്നുമില്ല. എന്നാലും നമ്മള് മൂന്നാർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമല്ലേ. നേരെ വട്ടവട, അതാണ് ഞങ്ങളെ. ഇത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്പോട്ട് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നേരെ മലകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ കണ്ടോ ഈ മല കണ്ടോ, ഗ്ലാസിന്റെ കൂടി പ്രതിഫലം ഗൈസ്. അപ്പൊ അമ്മൂസേ നമുക്ക് പോയാലോ? അപ്പൊ പെട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇറങ്ങാൻ പോകുന്നു കേട്ടോ ഗൈസ്. അപ്പൊ ഇനി നമ്മൾ നേരെ ഇറങ്ങിയേക്കുമല്ലോ നമ്മള്. അപ്പൊ നമുക്ക് പോവാണ് ഗൈസ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങി കേട്ടോ. നല്ല നല്ല കാഴ്ചകളായിരുന്നു പോകും വഴിയൊക്കെ. അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചായ സ്പോട്ടാണ് കേട്ടോ ഗൈസ്. നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചൂള ചായയാണ് കിട്ടിയത് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ചായ അടിക്കാന്ന് വെച്ചു. അപ്പോൾ ഇവിടെയും ചായ അടിക്കുന്നിടത്ത് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ അമ്മൂസ് ഒരു ഐസ് ടീ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളപ്പം അത് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഇനി പോണ വഴിക്ക് നമുക്ക് ധാരാളം കാര്യങ്ങൾ കാണാനുണ്ട്, ധാരാളം വ്യൂ പോയിന്റുകളുണ്ട് അല്ലേ അമ്മു? അപ്പോൾ നേരെ നമുക്ക് പോയേക്കാം. വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണുക കേട്ടോ. നമ്മള് പച്ചപ്പിന്റെയും മറ്റേ ഫോട്ടോ പോയിന്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. കറക്റ്റ് ഒരു സാധനം വന്നപ്പോഴത്തേക്കും ചാടി ഇറങ്ങിയൊരു ആള്. എല്ലാ വണ്ടികളും എല്ലാം ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുമായിരുന്നു കേട്ടോ. ഹായ്, അതെ സന്തോഷമായോ? എന്റെ ഗായ്സ് ഒരു വിധത്തിൽ ഇതിനെ പിടിച്ച് അകത്ത് കയറ്റി കേട്ടോ. ഒരു രക്ഷയില്ല, ചാടി ഇറങ്ങിപ്പോയി ഇവള്. ഇനി എത്ര കിലോമീറ്റർ പോകണം നമുക്കറിയാമോ? അത്ര കൂടി പോകാനുണ്ട്. ഏകദേശം 2 മണിക്കൂറൊക്കെ എടുക്കും. ബ്ലോക്കാണ് ഗൈസ്, പയ്യൊക്കെയാ പോകുന്നത്. പോയേക്കാം നമുക്ക്. അപ്പൊ പോവാം ഗൈസ്. അങ്ങനെ നേരെ നമ്മൾ ചെന്ന് കയറി കൊടുത്തത് ഒരു 1 ബ്ലോക്കിലോട്ടാണ് കേട്ടോ. ഒത്തിരി നേരം അവിടുത്തെ ചായ പറിക്കുന്ന ചേച്ചിമാര് തേയിലത്തോട്ടമൊക്കെ നോക്കിയിരുന്നെങ്കിലും ഇരുന്നിരുന്ന് മനുഷ്യന്റെ വേരുളച്ചു. ആ ഒരു നീണ്ട ബ്ലോക്കിന് അവസാനം നല്ല സുന്ദരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്കും മനസ്സിന് നല്ല സന്തോഷമായി. അങ്ങനെ പോണ വഴിക്ക് നല്ലൊരു ഫോട്ടോ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നേരം അവിടെ ഇരിക്കണമെന്ന് തോന്നിയെങ്കിലും ബ്ലോക്ക് കിട്ടി സമയം പോയ കാരണം നമ്മൾ നേരെ പോകുന്നു കേട്ടോ. ഇരുന്നിരുന്ന് മുഷിഞ്ഞു, വിശപ്പിന്റെ വിളി അതികഠിനമായി. അവസാനം അടുത്തുള്ളൊരു ബജ്ജിക്കടയിൽ നിന്ന് കുറച്ച് ബജ്ജിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ ബാക്കിയുള്ള യാത്ര തുടങ്ങിയത് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വട്ടവടയുടെ ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നിബിഡ വനമാണ്, പാമ്പാടിശോല നാഷണൽ പാർക്കാണ് അപ്പുറത്തേക്ക്. അപ്പം നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ ഈ പോകുന്ന വഴിയൊക്കെ. ഇതുവഴി പോകാൻ നേരത്ത് ഫോറസ്റ്റിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാം. അതിൽ ഫോറസ്റ്റിന്റെ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ മലകളും കുന്നുകളും കാടുകളൊക്കെ താണ്ടി നേരെ ചെല്ലുന്നത് നമ്മുടെ ഇന്നത്തെ സ്റ്റേയിലോട്ടാണ് കേട്ടോ. ഗൈസ്, നമ്മൾ അടുത്ത സ്റ്റേയിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ സ്റ്റീഫൻസ് ലെഗസി എന്ന് പറഞ്ഞൊരു സ്റ്റേ ആണ് ഇവിടെ വട്ടവടയിൽ. അപ്പോൾ വന്ന വഴിക്ക് ഫുൾ അടിപൊളി ആയിരുന്നല്ലേ, നല്ല ബ്ലോക്ക് ആയിരുന്നു. രാവിലെ 10 മണിക്ക് വണ്ടിക്കകത്ത് കയറിയിട്ട് 4 മണി ബ്ലോക്ക് കാരണം ഞങ്ങള് ഈ വന്ന വഴിക്ക് ധാരാളം സ്ഥലങ്ങളൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നില്ലേ നിർത്താനായിട്ട്. എല്ലാം സ്കിപ്പ് ചെയ്യേണ്ടി. ഞങ്ങളിങ്ങനെ ഗൂഗിൾ മാപ്പിൽ പോയിന്റ് ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണായിരുന്നു. പക്ഷെ ഈ ബ്ലോക്ക് കാരണം നമ്മളെല്ലാം സ്കിപ്പാക്കി കളഞ്ഞു ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യമാണ്. അവസാനം നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുവാണ്. അത്തേക്ക് ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് കാണിച്ചു തരാം. മൂസിദേ റോന്തടിക്കുന്നു. ഇതാണ് ഇതിന്റെ പുറത്തുനിന്ന് തന്നെ നോക്കിയിട്ടുണ്ട്. എത്തട്ടെ, ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ അല്ലേ. നമ്മൾ അകത്തോട്ട് കയറിയിട്ടില്ല. അപ്പോൾ ഒന്ന് കയറി ഒന്ന് റൂമൊക്കെ നോക്കി എന്നിട്ട് നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലേ. എന്താ അപ്പൊ അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. ജസ്റ്റ് നമ്മളൊന്ന് അതൊക്കെ കയറി ഒന്ന് ഫ്രഷ് ആയി കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാൻ പോവാണ്. ഒന്ന് ജസ്റ്റ് പുറത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വൈബടിക്കാനായിട്ടൊന്ന് വിചാരിച്ചു അല്ലേ സാർ. അപ്പോൾ നേരെ നമുക്ക് പോയിട്ട് വരാതെ. എൻ്റെ ഗായ്സ്, ഇവിടെ ഈ ലേഡീസിന് പറ്റിയ സാധനങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ. ധാരാളം പച്ചക്കറികളും അതേപോലെ
പൂക്കളും കായ്കളും അങ്ങനെ ധാരാളം സാധനമുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ടും തുടങ്ങിയതാണ് ഈ പൂവിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട്. ഇവള് ഇതുവരെ നിർത്തിയിട്ടില്ല. നോക്കി അങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫോട്ടോ. ഗൈസ് ഇവിടെയൊക്കെ സ്ട്രോബെറിയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഈ റിസോർട്ടുകാരുടെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. നമ്മളിതൊന്നുമല്ല, നമ്മളിതിലും വലിയ സാധനങ്ങളാണ് നോക്കുന്നത്. പിന്നെ അവിടെയായിട്ട് ഇതാ കാണുന്ന ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതള നാരങ്ങില്ലേ, അതാണ് കേട്ടോ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ മുസേ? അങ്ങനെ അമ്മൂസുമായിട്ട് നേരെ നമ്മൾ പോയത് വട്ടവടയിലെ ഹണി മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നുണ്ട്, ഒരാൾക്ക് 100 രൂപ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അങ്ങനെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും തന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഈ തേനീച്ചകൾ എങ്ങനെയാണ് തേൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞുള്ളൊരു ക്ലാസ് ഒക്കെ നമുക്ക് തരും. പിന്നെ അതിനൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ പർച്ചേസിങ് ഏരിയയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ധാരാളം ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷമായി. ഇവിടെ തേൻ മാത്രമല്ല കേട്ടോ, ഒത്തിരി കരകൗശല വസ്തുക്കളും കൂടി വിൽക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങളിത് ഹണി 2 എണ്ണമൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അതെ അമ്മൂസ് ഹൈ ലവ് വട്ടവടയിൽ നിന്ന് 2 ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. എടുത്തോ ഫോട്ടോ എടുക്കാൻ നമുക്ക് അഡ്രസ് ഫോട്ടോ പോയല്ലോ. ഇനി തോട്ടത്തിലൂടെയൊന്നുമില്ല തല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഹണി മ്യൂസിയത്തിൽ നിന്നൊക്കെ ഇപ്പോൾ റൂമിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഒത്തിരി താമസിച്ചു, നല്ലപോലെ ഇരുട്ടായി കണ്ടോ. നമ്മളിപ്പോൾ ഈ ഒരു സെറ്റപ്പിൻ്റെ താഴത്തിൽ നിന്നൊക്കെ വെളിച്ചം കിട്ടാനായിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനിയൊന്നും ഭക്ഷണം കഴിച്ചാൽ കിടക്കാം അല്ലേ? അപ്പൊ ക്ഷീണിച്ച് വല്ലാണ്ടായി. ഇന്ന് ക്ഷീണിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ട്രാഫിക്. ഒരു 10 മണി തൊട്ട് നമ്മള് 4 മണി വരെ ട്രാഫിക്കിന്റെ അകത്തായി പോയി. അപ്പൊ ബാക്കിയൊക്കെ നാളെ രാവിലെ ഗൈസ്. അപ്പൊ നാളെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. അപ്പൊ ഒന്ന് പോയി കിടന്നുറങ്ങട്ടെ ഗൈസ്. അങ്ങനെ രാവിലെ ആയി കേട്ടോ. ഞങ്ങള് രാവിലെ ഒന്ന് ഉലാത്താനായിട്ട് ഇറങ്ങിയതാണ്. അതെ ബാക്ക്ഗ്രൗണ്ട് നോക്കി. നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ തന്നെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല തണുപ്പാണ്. റൂമിലൊന്നും ഫാന് പോലും ഇല്ല അല്ലേ നമുക്ക്? അത്രമാത്രം തണുപ്പാണ് ഗൈസ്. അപ്പൊ ഞങ്ങളിപ്പൊ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നാഷണൽ പാർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഈ സമയത്ത് എന്നിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് തപ്പി ഇറങ്ങുവാണ് കേട്ടോ. ഇപ്പൊ മൃഗങ്ങളെ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഭാഗ്യം. അപ്പോൾ ചതിച്ചു ഗൈസ്, ചതിച്ചു. ഓ എന്ത് ചെയ്യും നമ്മള്? ഓ ഇതാ കിടക്കണുണ്ട് അതിന്റെ ഉള്ളിൽ. അതാണ് നമ്മുടെ വണ്ടി. ഇനി നമുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഈ തണുപ്പത്തുലാത്ത വെറുതെ റിസ്ക് ആക്കണ്ടല്ലേ. എന്തെങ്കിലും ഒരു കാരണം ഉള്ളത് കൊണ്ട് ദൈവം അത് മുടക്കിയതായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന വരി ഈ കടുവേനെയൊക്കെ കണ്ടു ഗൈസ്. കാരണം അത് നാഷണൽ റിസർവ് പാർക്കാണ്. അപ്പൊ അത് കാരണം കടുവേനെയൊക്കെ കണ്ടു. ഇനി നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രെക്കിംഗ് ആണല്ലേ. നമുക്ക് ഇവിടുത്തെ ഫാം ഹൗസും അതേപോലുള്ള വട്ടവട സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണമല്ലോ. നമുക്ക് നമ്മുടെ കാറുമായിട്ട് പോകാൻ പറ്റില്ല. അതെ, വണ്ടിയൊക്കെ അലമ്പാവും. കാരണം പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കണ വഴിയാണ് ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മള് ഒരു ജീപ്പ് സവാരി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡ്രൈവർ വരും. നേരെ പുള്ളിയായിട്ട് പോയി ഫാം വിസിറ്റിങ്ങും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ വീഡിയോ അവസാനിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം അല്ലേ. അപ്പോൾ ജീപ്പ് സവാരി പ്രമാണിച്ച് നമ്മളിന്ന് നേരത്തെ കുളിച്ചു. നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല ഭക്ഷണമാണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ധാരാളം വൈഡ് വെറൈറ്റി എന്നൊന്നും പറയാനില്ല, 2-3 കൂട്ടം ഇവിടെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് പുട്ടും മുട്ടയും സാധനങ്ങളൊക്കെ ഉണ്ട്. കടലക്കറി, അതേപോലെ തന്നെ പൂരി, പിന്നെ മസാലക്കറി, പിന്നെ ഡ്രിങ്കായിട്ട് ചായ വേണ്ടവർക്ക് ചായ ഉണ്ട്. അല്ലാതെ ഇപ്പം ഞങ്ങൾ എടുക്കുന്നത് 2 പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണേ, കഴിച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രൈവർ ചെയ്യാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. വന്നിട്ട് വേണം നമുക്ക് ട്രെക്കിങ്ങിന് പോകാൻ. അപ്പൊ നമുക്ക് പോകാനുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വണ്ടി. നമ്മൾ പോവുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അമ്മൂസിനെ നമ്മൾ ജീപ്പിന്റെ ബാക്ക് സീറ്റിൽ പ്രതിഷ്ഠിക്കുവാണ് കേട്ടോ ഗൈസ്. ശേഷം നമ്മൾ യാത്ര തുടങ്ങുവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രൈവർ. പുള്ളിക്കാരൻ നമ്മുടെ ഈ യാത്രയോടുനിങ്ങളെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായി. അതായത് ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഈ വഴികൾ കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ, നമ്മൾ വണ്ടി എടുക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായി. കാരണം നമ്മുടെ വണ്ടി ആയിരുന്നെങ്കിൽ വണ്ടിയുടെ കോലം തന്നെ മാറിപ്പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കേട്ടോ. അങ്ങനെ ആദ്യത്തെ ചെറിയ ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്ക് ശേഷം പിന്നെ വരാൻ പോകുന്നത് നല്ല ആറ്റം ഓഫ് റോഡ് ആയിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല, ഒരു വൺ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും.
അമ്മൂസ് പുറകില് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടിക്കളിക്കുമായിരുന്നു. എനിക്ക് നടുവ് പാടില്ലാത്ത കാരണം ഞാൻ ബാക്കിലോട്ട് പോയില്ല, ഫ്രണ്ടിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു കേട്ടോ. ഈ ഒരു ജീപ്പ് സവാരി എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ നഷ്ടമാകുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് അപ്പം മനസ്സിലായി. കാരണം അത്രക്ക് ഓർമ്മ തരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ജീപ്പ് സവാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ധാരാളം ഓഫ് റോഡിങ്ങിനൊക്കെ ശേഷം ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റിലോട്ട് എത്തുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റിൽ ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഡ്രൈവറിയായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി കേട്ടോ. നമ്മൾ വരുന്ന വഴി, നമ്മൾ എവിടെ നിന്നാണ് കയറി വന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതേപോലെ ഓരോ മലനിരകൾക്ക് പുറകിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തന്നു. ഇത് അവിടെ കൊടൈക്കനാല്, പൂണ്ടി, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പൊള്ളാച്ചി, ആ ഏരിയകളൊക്കെയാണ് കേട്ടോ ഈ ഒരു മലനിരകൾക്ക് പുറകിലുള്ളത്. പിന്നെ 2 ആദിവാസി കോളനികളിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, കാരണം അതിന് സ്പെഷ്യൽ അപ്രൂവല്, അതായത് ആ കോളനികളിലെ മൂപ്പന്മാരുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. അപ്പോൾ ഈ ഒരു സ്പോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ഒരു വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വട്ടവട എന്ന് പറയുന്നത് ഈ താഴത്ത് കാണുന്ന വില്ലേജിനെയാണ് കേട്ടോ നമ്മൾ വട്ടവട എന്ന് പറയുന്നത്. ഈ കാണുന്ന ഏരിയയാണ് വട്ടവട, അല്ലേ മുസേ? ഇവിടെ വരുവാണെങ്കിൽ ജീപ്പ് സഫാരി മസ്റ്റ് ആണ് കേട്ടോ, അല്ലെ? അൺഫോർഗോട്ടബിൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, അല്ലെ? ആസ്വദിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഇവർ നമ്മളെ പറഞ്ഞു തരും, എല്ലായിടത്തും ഇവർ കൊണ്ടുപോകും. പിന്നെ നമ്മൾ വണ്ടിയായിട്ടൊന്നും വന്നാൽ നടക്കത്തില്ല ഗായ്സ്, അല്ലെ? അതിന് ജീപ്പ് സഫാരി തന്നെ മസ്റ്റ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ പ്രോപ്പർ വട്ടവടയൊക്കെ കണ്ട് നമ്മൾ നേരെ ചെല്ലുന്നത് സ്ട്രോബെറി തോട്ടത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ സ്ട്രോബെറി തോട്ടത്തിൽ സ്ട്രോബെറികളൊക്കെ കുറവായിരുന്നു, നമുക്ക് പ്ലക്ക് ചെയ്തെടുക്കാനും മാത്രത്തിലുള്ള സ്ട്രോബെറികളൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. അവസാനം ഞങ്ങൾ കുറച്ച് സ്ട്രോബെറീസ് അവിടെ നിന്ന് വാങ്ങിച്ചു, നേരെ യാത്ര തുടങ്ങി കേട്ടോ. ശേഷം നമ്മൾ നേരെ പോകുന്നത് വെജിറ്റബിൾ ഫാമിലോട്ടാണ്. അപ്പോൾ ഇവിടെ ക്യാരറ്റ്, ക്യാബേജ് അതേപോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാകുക. നമ്മൾ ആദ്യം പോയത് ക്യാബേജ് കൃഷി ചെയ്യുന്ന സ്പോട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും അമ്മക്കുട്ടിക്ക് ഒരു മോഹം, ക്യാബേജ് പറിക്കണമെന്ന്. ഗൈസ്, നമ്മൾ ക്യാബേജ് നല്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, പറിച്ചെടുക്കാനായിട്ട്, അല്ലേ? തോട്ടത്തിലൊക്കെ വന്നിട്ട് നമ്മൾ കൈയോടെ ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാകത്തില്ലല്ലോ. അമ്മൂസ് അത് കാരണം നല്ല ക്യാബേജുകൾ നോക്കി പഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇത് കളർ നോക്കണ്ട കേട്ടോ, ഇത് മരുന്നടിക്കാ ഇങ്ങനെ നിൽക്കുന്നേ. കാണിച്ചേ അങ്ങനെ പറിച്ചിരിക്കുന്നു ഗൈസ്. ഈ നിൽക്കുന്നതൊക്കെ ക്യാരറ്റ് ആണ് കേട്ടോ, ബേബി ക്യാരറ്റ് ആണ്. ഇവിടെ ചേട്ടൻ നമുക്ക് പറിച്ച് കാണിച്ചിരിക്കും കേട്ടോ, കണ്ടോ? അങ്ങനത്തെ അമ്മൂസ് ക്യാരറ്റ് കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ അമ്മൂസ കാണിച്ച്? എത്ര ഞങ്ങൾ കുഞ്ഞു ക്യാരറ്റ് ആണ്, കാരണം കുറച്ച് ഇളവുണ്ട്. ഇതൊക്കെ ക്യാരറ്റ് ആണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടെ വെജിറ്റബിൾ സ്റ്റോർ അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മുടെ വട്ടവടയിലെ സ്റ്റേ ഒക്കെ അവസാനിച്ചു, അല്ലേ? നമ്മുടെ ട്രക്കിങ്ങും ജീപ്പ് സവാരിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. റൂമിൽ ചെക്കൗട്ട് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ആയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്, അല്ലേ? നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ, അല്ലേ? ഇപ്പൊ വെയിലുണ്ട്, നല്ല തണുപ്പായിരുന്നു കേട്ടോ രാത്രിയിലൊക്കെ. റൂമില് ഫാനോ എ സിയോ ഒരു സാധനമില്ല, പക്ഷെ നല്ല രസമായിരുന്നു. രാത്രി ചൂടെടുക്കണ്ടേ എന്ന് നമ്മൾ ആലോചിച്ചായിരുന്നു, പക്ഷെ ചൂടെടുത്തിട്ടോ. അതെ, അപ്പോ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.